ശ്രീ ഫസൽ ഗഫൂർ, ഇപ്പോൾ ഇന്ന് സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ AGയുടെ സമ്മതം ആരുടെ താല്പര്യത്തിന് എന്ന തലക്കെട്ടിൽ ഒരു ലേഖനമുണ്ട്. അതിന്റെ ആദ്യത്തെ വരിയിൽ തന്നെ പറയുന്നത് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാട് അമ്പരപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണ്. മുസ്ലിം ഷിയ വിഭാഗങ്ങളെ ഉൾപ്പെടുത്താത്തതും ചില അംഗങ്ങളുടെ യോഗ്യതയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച 4ഓളം പൊതുതാൽപര്യ ഹർജികൾ പരിഗണിച്ച ഹൈക്കോടതി വഖഫ് ബോർഡ് പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ചതിലല്ല, ആ നിഗമനത്തിലേക്ക് കോടതിയെ എത്തിക്കുന്നതിൽ AG സ്വീകരിച്ച നിലപാടിലെ നിഗൂഢതയാണ് മതേതര കേരളത്തെ കഠിനമായി ആശങ്കപ്പെടുത്തുന്നത് എന്നതാണ്. ഈ AG സ്വീകരിച്ച നിലപാട് എന്നത് മുൻകരുതലുകളില്ലാതെയും മുൻപഠനമില്ലാതെയും ഒരു ഹോംവർക്ക് ഇല്ലാതെയും സ്വീകരിച്ച നിലപാട് എന്ന് കരുതണമോ, അതോ ഈ പറയുന്ന ആശങ്കയുണ്ടാക്കുന്ന കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ചതി എന്ന നിലയ്ക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന നിലപാട് എന്നു കരുതണോ? അതിലിപ്പോ സമസ്ത എടുത്തിട്ടുള്ള നിലപാടിനെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ പ്രതിനിധിയാണ് ഉത്തരം പറയേണ്ടത്. പക്ഷെ ഞാൻ പറയാം, സമസ്ത ഇതിൽ മാത്രമല്ല, PMCയുടെ വിഷയത്തിലും അതുമാതിരി പല 3-4 വിഷയങ്ങളിൽ അവർ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. അത് ഗവൺമെന്റിനോട് ഒട്ടി നിൽക്കുന്ന ഒരു സംഘടന തന്നെയാണ്, അല്ലാതെ അവർ പുറത്തു നിൽക്കുന്ന ഒരു സംഘടനയല്ല, അവർ എതിർക്കുന്ന സംഘടനയല്ല. പക്ഷെ അത് വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് അവരെടുത്തിട്ടുള്ളത്. അവർ ഈവൻ FCRAയുടെ കേസിൽ വരെ അവർ ഒപ്പിട്ടിട്ടൊരു അയച്ചിട്ടുണ്ടല്ലോ, FCRAയുടെ മാറ്ററിൽ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ നിയമ പോരാട്ടങ്ങളൊന്നും അവർ പഠിച്ചു കാണൂല, അത് അവരുടെ ജോലിയല്ല, അവരുടെ മതസംഘടനയാണ്. അപ്പൊ അവർ നോക്കുമ്പോൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ, ഞാൻ അവരായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാണ്, അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു മതങ്ങളിലുള്ളവരുടെ കാര്യത്തിലൊന്നും ഇതുമാതിരി കൈയിടുന്നില്ല. അവർ പറഞ്ഞ ഒരു ഓൾ ഇന്ത്യ ബോഡി തന്നെ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് ഇല്ല, പക്ഷെ മുസ്ലിമുകൾക്ക് ഒരു വഖഫ് ബോഡി ഉണ്ട്. മറിച്ച് ഞാൻ പറഞ്ഞുതരാം, മധുരൈ ഹൈക്കോടതി ജഡ്ജ്മെന്റിൽ പറയുന്നത് മുസ്ലിമുകൾക്ക് വഖഫ് ബോർഡുള്ള മാതിരി എന്തുകൊണ്ട് ക്രൈസ്തവർക്ക് ഒരു ബോഡി ഇല്ല, അതുകൊണ്ട് നോട്ടീസ് സെർവ് ടു ദ ഗവൺമെന്റ് ടു ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ ഫോർ ദാറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നമാരിൽ ഇത് വളരെ സങ്കീർണമാണ്. എല്ലാവരും അപ്പൊ വെറുതെ ചാടിക്കയറിയിട്ട് കേസ് ആരെങ്കിലും കൊണ്ടുപോയി കൊടുത്തിട്ട് ഇപ്പൊ ഈ കേരളത്തിൽ കൊണ്ടുപോയി കൊടുത്ത കേസുമാര് ചെയ്താൽ അതിന് തിരിച്ചടി കിട്ടും എന്നുള്ളതാണ് മധുരൈ ഹൈക്കോടതിയുടെ രണ്ടാമത്തെ കാര്യത്തിലുള്ള ജഡ്ജ്മെന്റ്. ഒന്ന് വഖഫ് ബോർഡിനെ പറ്റിയിട്ട് പറയുന്നു, രണ്ടാമത് അവർ പറയുന്നത് ഈ ലീസ് ലാൻഡുകൾക്കൊക്കെ നിങ്ങൾ ലീസ് കൊടുക്കണ്ടോ ഇല്ലേ എന്ന് വഖഫ് കോടതി ചോദിക്കുന്നു. അപ്പൊ ഇത് എല്ലാ മതങ്ങളും, അതിനൊപ്പം തന്നെ നമ്മൾ വായിക്കേണ്ട രാമക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ്. പിന്നെ ഇവര് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് ഒരു പിടുത്തവും കിട്ടില്ല, ഞാൻ വക്കീലല്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം, അതായത് സുപ്രീം കോടതി ഒരു നിയമം പാസാക്കി, പക്ഷേ നമ്മുടെ വക്കീൽ പറഞ്ഞ മാതിരി അല്ലത്. അതിനെതിരായിട്ട് കേരള ഗവൺമെന്റ് എല്ലാ LDF UDF ചേർന്ന് ഒരു പ്രമേയം പാസാക്കി. കർണാടക കോൺഗ്രസ് ഗവൺമെന്റ് പ്രമേയം പാസാക്കി. പക്ഷെ തെലങ്കാന കോൺഗ്രസ് ഗവൺമെന്റ് അല്ല, അതറിഞ്ഞോ, ഞാനത് വക്കീൽ പേര് പറയണില്ല, അത് കിട്ടെ മാധു. അപ്പോ രണ്ടാമത്തെ നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ, ഇവര് തമ്മിൽ തല്ലുകൂടിക്കൊണ്ടിരിക്കണോ എനിക്ക് ഓർമ്മയില്ല ആരെന്താ പറയണെന്ന്. പക്ഷെ അടുത്തയിലോട്ട് വരാം. തെലങ്കാനയിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ പ്രമേയം പാസ്സാക്കാൻ പറ്റിയിട്ടില്ലെന്നേ ഗവൺമെന്റിന്. അവരത് വഖഫ് ബോർഡിനെ കൊണ്ടാണ് കേസ് ഫയൽ ചെയ്യിപ്പിച്ചത്. കോൺഗ്രസിന്റെ ഹിമാചൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് ഏറ്റെടുത്തതിനില്ല, ആ പ്രശ്നമേ അവർ ഏറ്റെടുത്തിട്ടില്ല. അതേസമയം മമതാ ബാനർജി അത് പാസ്സാക്കി, മനസ്സിലായില്ല, ഞാൻ നടപ്പാക്കൂല എന്ന് പറഞ്ഞ്. തമിഴ്നാട്ടിലെ നമ്മുടെ സ്റ്റാലിൻ ഗവൺമെന്റ് നടപ്പാക്കൂല എന്ന് പറഞ്ഞേ. പക്ഷെ വക്കീൽ പറഞ്ഞ മാതിരി തന്നെ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കുന്ന എല്ലാ കാര്യവും നടപ്പാക്കണമെന്നൊന്നുമില്ല. അതൊന്നും ഒരുപാട് കാര്യങ്ങൾ തള്ളിപ്പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. സുപ്രീം കോടതി തന്നെ തള്ളിയിട്ടുണ്ട്, അവരെ അപലപിച്ചിട്ടുണ്ട് ഈ പല നടപടികളെ. അപ്പൊ അതേമാതിരി അവിടെ നിൽക്കുന്ന ഒരു കേസാണ്. ആ കേസിൽ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം തെറ്റ്. നിയമം ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കുന്ന എന്തെങ്കിലും അത് സംഭവമൊക്കെ ശരി തന്നെ, അത് ശരി തന്നെ. അത് നിയമത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അത് രാഷ്ട്രീയമായിട്ടുള്ള നിയമങ്ങളും വരണുണ്ടല്ലോ, അത് വിട്ടേക്ക്, നമ്മൾ അതിലോട്ടല്ല പോകുന്നത്. നമ്മൾ വേറെ കാര്യം വിട്ടുപോകുന്നുണ്ട്. നിങ്ങൾ 2 മുസ്ലിമുകൾ എന്നാ പറയുന്നത് തെറ്റാണ്. അതിൽ മനസ്സിലായി, ഇത് നിയമം അനുസരിച്ചിട്ട് വരുന്ന ഗവൺമെന്റ് നോമിനികൾ മുസ്ലിം ആണെന്നില്ല. അതേമാതിരി തന്നെ എന്റെ ഓർമ്മ ശരിയാണ്, അതിൽ വനിതകൾ വരുന്നു, അവർ മുസ്ലിം ആണെന്നില്ല. ഷിയ എന്ന് പറഞ്ഞിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ട്. അതാണ് കറക്റ്റ്. അപ്പൊ മുസ്ലിമുകൾക്ക് മാധു നല്ലോണം പഠിച്ചിട്ടുണ്ട്, കൺഗ്രാജുലേഷൻ. മുസ്ലിം വരും എന്നുള്ളതാണ് ഞങ്ങളുടെ ആശങ്ക. അപ്പൊ ആ നിലക്ക് നിയമത്തിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും പറ്റൂല. ഇതിലൊരു രാഷ്ട്രീയമുണ്ട്, മനസ്സിലായില്ലേ? ആ രാഷ്ട്രീയത്തെ മറന്നുകൊണ്ട് ചുമ്മാ നിയമത്തിന്റെ ആ വരി വരിക്കുക ഈ വരി വരിക്കുക എന്ന് പറഞ്ഞാലൊന്നും കാര്യമൊന്നുമില്ല. അപ്പൊ നിയമത്തിന്റെ വഴിക്ക് കൂടെ പോട്ടെ, എന്നിട്ട് പിന്നീട് നിൽക്കട്ടെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ നിയമം തന്നെ വേറെ ഗവൺമെന്റ് വരുമ്പോ അവർ റദ്ദാക്കണം. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കാശ്മീരടക്കം ഉള്ള കാര്യങ്ങൾ റദ്ദാക്കിയിട്ടില്ല പലതും. അപ്പൊ അത് വിട്ടേക്ക്. നമ്മുടെ ചർച്ച നടക്കുന്നത് ഇവിടെ UDF-ഉം LDF-ഉം കൂടെ തമ്മിലുള്ള പോരാട്ടം. അതെനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഇവർ ഒരേ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്
ഇവരും രാഷ്ട്രീയമായിട്ട് പോരാടാണെന്ന് എന്റെ അഭിപ്രായം. അല്ല, അത് ഒരേ ഞങ്ങളാണ് ചെയ്തത്, ഉദ്ദേശമാണ്. അല്ലെങ്കിൽ പക്ഷേ മറ്റൊരാളാണ് ചെയ്തത് എന്നുള്ളത്. മറ്റുള്ളവർക്ക് ദുരുദ്ദേശമുണ്ട് എന്ന് ആരോപിക്കുക ഏതായാലും സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു രീതി കൂടിയാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുണ്ടാവുക. ശരി, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇവിടെ പക്ഷേ കൃത്യമായി അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ഇതിൽ ദുരുദ്ദേശപരമായിട്ട് കേസ് കൊടുത്തവരെ പറ്റി നിങ്ങൾ പറയുന്നില്ലല്ലോ. ദുരുദ്ദേശപരമായിട്ട് കേസ് കൊടുത്തവരെ പറ്റി പറയുന്നില്ല. പിന്നെ മലമ്പം കേസിൽ ഈ നിയമം പാസ്സാക്കിയതിനെ കൊണ്ട് റിട്രോസ്പെക്റ്റീവ് അത് യാഥാർത്ഥ്യമാണ്, അത് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യമില്ലാതെയാണ് ഇത്തരം കേസുകൾ കൊടുത്തതെന്ന് ആരും വിചാരിക്കുന്നില്ല, ആരും അങ്ങനെ വിചാരിക്കുന്നില്ല. കൃത്യമായി അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കേസ് കൊടുത്തിരിക്കുന്നത്. അതിനെയോട് എങ്ങനെ മറ്റുള്ളവർ പ്രതികരിക്കുന്നു എന്നത് മാത്രമാണ് ഇവിടുത്തെ വിഷയം. ഇപ്പോൾ ഷോൺ ജോർജ് കേസ് കൊടുത്തു, അതിൽ അത്ഭുതമില്ല, അതുകൊണ്ട് അത് ചർച്ചാ വിഷയവുമല്ല എന്ന നിലയ്ക്കേ ഉള്ളൂ. ശരി, ഞാൻ വരാം. ശ്രീ ഷിബു മീരാൻ, അഡ്വക്കേറ്റ് കെ ശരൺകുമാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഡിബേറ്റ് വിത്ത് മാധു സജി.